പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, സ്വജനപക്ഷപാതം, അങ്ങനെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും പലരും കൊഴിഞ്ഞു പോകുന്നുണ്ട്. പാർട്ടിക്ക് പുറത്തേക്ക് വന്ന സർക്കാർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അത് മുതലെടുക്കുവാൻ വേണ്ടി കോൺഗ്രസും BJPയും തുനിഞ്ഞ് ഇറങ്ങിയിട്ടുമുണ്ട്. ഇങ്ങനത്തെ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയൊരു ആത്മവിശ്വാസം ഉടലെടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂന്നാം തവണയും പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുൻനിരയിലേക്ക് എത്തുക, മൂന്നാം തവണയും അധികാരത്തിലെത്തുക എന്ന ഉദ്ദേശമാണ് ഇടതുപക്ഷത്തിനുള്ളത്. തുടർച്ചയായി മൂന്നാം തവണയും അധികാരം ലക്ഷ്യമിട്ട് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ഇടതുമുന്നണി 43 സീറ്റുകളിൽ വിജയം ഉറപ്പാക്കുമ്പോൾ ജയസാധ്യതയുള്ള ബാക്കി 37 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് MLA-മാർക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. വിവാദങ്ങളിൽ ചെന്നു ചാടാത്തവരും വീണ്ടും ജയിക്കുവാൻ സാധ്യതയുള്ളവരുമായ MLA-മാരോട് കൂടുതൽ ജാഗ്രതയോടുകൂടി മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജയസാധ്യത കുറഞ്ഞവർക്ക് സീറ്റ് നിഷേധിക്കുവാനും സാധ്യതകൾ ഏറെയാണ്. രണ്ടാം സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ തുടങ്ങുന്ന ഏപ്രിൽ 21 മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അനൗപചാരിക തുടക്കം കുറിക്കാനാണ് CPM-ന്റെ പദ്ധതി. ആ പദ്ധതി എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ വാർഷികാഘോഷ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾക്ക് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഒരു ദിവസം നീളുന്ന പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും വൈകുന്നേരം ജില്ലാതല പൊതുസമ്മേളനങ്ങളിലും പങ്കെടുത്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മടക്കം. ഇതിനൊപ്പം ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും മുഖ്യമന്ത്രി നേരിട്ട് നടത്തും. ഇതിനനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണ തന്ത്രങ്ങളും ആവിഷ്കരിക്കുവാൻ പോകുന്നത്. ഏത് സാഹചര്യത്തിലും സംസ്ഥാനത്ത് 43 മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയസാധ്യതയുണ്ടെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പാർട്ടി സംവിധാനവും ഭരണ സംവിധാനവും ബാഹ്യ ഏജൻസികളും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് സൂചന. മൂന്നാം തവണയും ഭരണം ലഭിക്കുമെന്ന CPM-ന്റെ ആത്മവിശ്വാസത്തിന്റെ പിൻബലം ഈ പഠനമാണ്. 2016-ൽ 91ഉം 2021-ൽ 99ഉം സീറ്റ് നേടിയെങ്കിലും 2026-ൽ അത്രയും സീറ്റ് ലഭിച്ചേക്കില്ല എന്നാണ് സർവേയിലൂടെ വ്യക്തമായതെന്ന് നേതാക്കൾ നൽകുന്ന വിവരം. എന്നാൽ 100 സീറ്റ് എന്ന ലക്ഷ്യം വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM-ന്റെ പദ്ധതി. 43 സീറ്റുകളിൽ ജയമുറപ്പിക്കുന്ന പാർട്ടി പ്രചാരണം മുറുകുമ്പോൾ ബാക്കി സീറ്റുകൾ കൂടി പ്രാപ്യമാക്കുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ 37 സാധ്യതാ മണ്ഡലങ്ങൾ പാർട്ടി ലിസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. നന്നായി ശ്രമിച്ചാൽ ഇത്രയും മണ്ഡലങ്ങൾ കൂടി ലഭിക്കും എന്നാണ് CPM കരുതുന്നത്. കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റുകളിലാണ് CPM ഉറപ്പായും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ സീറ്റുകളാണ് ജയം പ്രതീക്ഷിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉദുമയിൽ ജയിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, മട്ടന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ധർമ്മടം, അഴീക്കോട് സീറ്റുകളിലും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന കണ്ണൂർ സീറ്റിലും ജയം അസാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. വയനാട് ജില്ലയിൽ CPM-ന് കാര്യമായ പ്രതീക്ഷയില്ല. മന്ത്രി OR കേളു പ്രതിനിധീകരിക്കുന്ന മാനന്തവാടിൽ നിലനിർത്തുന്നത് പോലും എളുപ്പമല്ലെന്നാണ് കരുതുന്നത്. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ, കോഴിക്കോട് 1, കോഴിക്കോട് 2, ഏലത്തൂർ, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, ബാലുശ്ശേരി, കുന്നമംഗലം സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂർ കൈവിട്ടു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിലും തവനൂർ, പൊന്നാനി സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ, ഒറ്റപ്പാലം, ആലത്തൂർ, കോങ്ങാട്, തരൂർ, തൃത്താല, നെന്മാറ സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്നാണ് CPM കാണുന്നത്. തൃശ്ശൂരിൽ കുന്നമംഗലം, ചേലക്കര, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, പുതുക്കാട്, കയ്പമംഗലം, മണലൂർ, നാട്ടിക, കൊടുങ്ങല്ലൂർ സീറ്റുകളിലാണ് CPM വിജയപ്രതീക്ഷ പുലർത്തുന്നത്. എറണാകുളം ജില്ലയിലേക്ക് കടന്നാൽ വലിയ തോതിൽ ഉറപ്പ് പറയാവുന്ന മണ്ഡലങ്ങളിൽ UDF കോട്ടയായ എറണാകുളത്ത് വൈപ്പിൻ, മട്ടാഞ്ചേരി, കോതമംഗലം സീറ്റുകളാണ് CPM കണക്കുകൂട്ടുന്നത്. ഇടുക്കിയിൽ ഉടുമ്പിൻചോലയും ദേവികുളവും പീരുമേടും ജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് CPM ചേർത്തിരിക്കുന്നത്. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, വൈക്കം സീറ്റുകളിലാണ് CPM ജയം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് CPM-ന്റെ കണക്ക്. പത്തനംതിട്ടയിൽ റാന്നി, അടൂർ, കോന്നി, പത്തനംതിട്ട, തിരുവല്ല മണ്ഡലങ്ങൾ ജയം പ്രതീക്ഷിക്കുന്ന പട്ടികയിലാണുള്ളത്.
കൊല്ലം ജില്ലയിൽ പത്തനാപുരം, ചടയമംഗലം, പുനലൂർ, ഇരവിപുരം, കൊല്ലം, ചാത്തന്നൂർ, കുന്നത്തൂർ സീറ്റുകളിൽ CPM-ന് ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കരയും ചവറയും മത്സരം മുറുകുമ്പോൾ കൂടെ നിൽക്കുമെന്നും പ്രതീക്ഷയുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാലൻ കൊല്ലത്തേക്ക് മാറി മത്സരിക്കുവാനുള്ള സാധ്യതയും ആരായുന്നുണ്ട്. പാർട്ടിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ ആയിഷ പോറ്റി BJP സ്ഥാനാർത്ഥിയായി വരുമോ എന്ന ഭയാശങ്കയിലാണ് ബാലഗോപാൽ മണ്ഡലം മാറാൻ ഉദ്ദേശിക്കുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് വാമനപുരം, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല, ചിറയിൻകീഴ്, കഴക്കൂട്ടം സീറ്റുകളും ജയിക്കുമെന്നാണ് CPM പ്രതീക്ഷ. ഇത്രയും സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കൂട്ടുമ്പോഴും മതസാമുദായിക ഭരണവിരുദ്ധ വികാരം CPM-ന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. എങ്കിലും ഉറപ്പായ 43-ന് പുറമെ 37 മണ്ഡലങ്ങളാണ് CPM ലക്ഷ്യം വെക്കുന്നത്. കടുത്ത പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന CPM-നെ സംബന്ധിച്ച് 43 മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമായി പുറത്തു പറയുമ്പോൾ മിച്ചം വരുന്ന 37 സീറ്റുകളിൽ കഴിയുന്നത്ര വിജയം ഉറപ്പാക്കുവാൻ കൂടി ശ്രമിക്കുമ്പോൾ 100 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന CPM-നെ കൂച്ചുവിലങ്ങിട്ട് നിർത്തുവാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസിനും BJP-ക്കും കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.